ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു അവിയൽ ഉണ്ടാക്കുക. ചെറിയൊരു അവിയൽ, കുട്ടി അവിയൽ. കുമ്പളങ്ങ, വെള്ളരിക്ക, മുരിങ്ങാക്കോല്, ക്യാരറ്റ്, കിഴങ്ങ്, പടവലങ്ങ, പച്ചമുളക്, ഒരു 4-5 ഐറ്റംസ് ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വെച്ച് നമുക്ക് ചെറിയൊരു അവിയൽ ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മൾ നല്ല അരിഞ്ഞ് നല്ല റെഡിയാക്കി കൊണ്ടുവന്നിക്കണ്. നീളത്തിലാണ് കേട്ടോ അരിഞ്ഞത്. അവിയലിന് നമ്മൾ നീളത്തിൽ തന്നെ അല്ല അരിയാം. പിന്നെ അതിക്ക് തൈരുണ്ട്, തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചിക്കുക, പിന്നെ ചെറിയ ഉള്ളി, നല്ലോണം പച്ചക്കറിയൊക്കെ നല്ലോണം കേകിയെടുക്കുക. നല്ല വൃത്തിയാക്കി കേകിയെടുക്കുക കേട്ടോ. നിങ്ങളെങ്ങനെ വെക്കുക പറയണേ അവിയലൊക്കെ. നമ്മൾ മുസ്ലിംസ് വെക്കണേലേറെ രസം ഹിന്ദുക്കളൊക്കെ വെക്കണമല്ലേ. ഭയങ്കര നല്ല ടേസ്റ്റ് അല്ലേ. ഡെയിലി അല്ല, നല്ലൊരു പ്രത്യേക തരം ടേസ്റ്റ് അല്ലേ അവർ വെക്കണത്. ഓണത്തിനും വിഷുവിനൊക്കെ വെക്കണം. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ അയൽവക്കത്തൊക്കെ ഓണത്തിനും വിഷുവിനൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെക്കണതും ഓല് വെക്കണതും തമ്മിൽ, ഓല് വെക്കണത് വേറൊരു തരം ടേസ്റ്റ്. 2-3 വട്ടം കേജി ഓട്ടപാത്രത്തിൽ കൂട്ടി വെക്കുകയാണ്. നിങ്ങളെങ്ങനെ വെക്കുക കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി, വലിയൊരു ചീനച്ചട്ടിയിലാട്ട് വെക്കണത്. ചീനച്ചട്ടി വെച്ച് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് നമുക്ക് ഈ പച്ചക്കറികളിൽ അതേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്ത്, നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്ത്, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ഇടുള്ളൂ. ബാക്കിയൊക്കെ തേങ്ങയിലെല്ലാം ഇടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരിത്തിരി വെള്ളം അടി പിടിക്കാൻ ഒഴിച്ച് മൂടി വെച്ച് കുക്കറിൽ വെക്കാം. പക്ഷെ കുക്കറിൽ വെച്ചാൽ അടി പിടിക്കുന്നത് മാത്രമല്ല, ഇത് വേഗം വെന്ത് അളിഞ്ഞു പോവും. ഇനി അത് മൂടി നമുക്ക് വേവിട്ട് അപ്പോത്തിന് നമുക്ക് അതിൽ അരപ്പുണ്ടാക്കാം. ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കറക്കി മിക്സാക്കിയിട്ട് വരാം. തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചെറിയ ജീരകമൊക്കെ ഇട്ട് അരപ്പ് റെഡിയായി. ഇത് നമ്മളെ കറിവേപ്പിലയും തൂക്കിക്കൊടുത്തതിൻ്റെ മേലെ കൂടെ നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിക്കണേ വീഡിയോ എടുക്കാൻ കട്ടായിപ്പോയി കേട്ടോ. ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് നല്ലോണം തൈര് നമ്മൾ ഒരു വട്ടം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ പിന്നെ ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ബാക്കി ഉപ്പും കൂടി കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. എനിക്ക് ആവശ്യം വന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ തൂകി. ഇത് നമ്മൾ അവിയൽ കുട്ടപ്പന്മാർ ട്രൈ ചെയ്ത് നോക്കണേ.